നമസ്കാരം. കന്യാകുമാരിയിൽ നിന്നും ബനാറസിലേക്ക് പോകുന്ന കാശി തമിഴ് സംഗമം എക്സ്പ്രസിൽ ഞങ്ങൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാത്രയുടെ രണ്ടാമത്തെ ദിവസമാണിന്ന്. ട്രെയിൻ ഇപ്പോൾ ആന്ധ്രാപ്രദേശിലെ നെല്ലൂരിലേക്ക് എത്തിയിരിക്കുകയാണ്. നെല്ലൂരിൽ നേരത്തെയാണ് ട്രെയിൻ എത്തിയത്. നമ്മൾ പോകുന്ന ട്രെയിനിന്റെ നമ്പർ 163-67 പിന്നെ ഇതിന്റെ സ്ലീപ്പർ ക്ലാസ് ഒക്കെ കുറച്ച് മോശം തന്നെയാണ്. ഒരുപാട് അൺറിസേർവ്ഡ് ടിക്കറ്റും അതുപോലെ തന്നെ വെയിറ്റ് ലിസ്റ്റ് ടിക്കറ്റുകാരൊക്കെ ഇതിൽ കയറിയിട്ടുണ്ട്. ഞങ്ങളുടെ കോച്ച് 3rd AC B1 ആണ്. അങ്ങനെ നെല്ലൂരിൽ നിന്ന് ഇതാ വണ്ടി എടുത്തു. ഇവിടെ ശരിക്കും പറഞ്ഞാൽ 10 മിനിറ്റിന് മുകളിൽ നിർത്തി. വണ്ടി ഇപ്പോൾ ഡിലേ ഒന്നുമില്ല. ഈ സ്റ്റേഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ഒരു നദി നമ്മളിപ്പോൾ കടക്കും. പെന്ന നദി ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. വെള്ളം തീരെ ഇല്ലെന്ന് പറയാം. പിന്നെ ഇവിടെ അലക്കി ഡ്രസ്സുകളൊക്കെ ഉണങ്ങാൻ വേണ്ടി ഇട്ടിരിക്കുന്നതാണ്. ഈ ഭാഗത്ത് മാത്രമുണ്ട് കുറച്ച് വെള്ളം. ഞങ്ങൾ അതിലൂടെ റോഡ് കൂടി പോകുന്നത് കാണാം. ഞങ്ങൾ ഇതിലൂടെ ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട്. നല്ല രസം മഴക്കാലത്ത് തന്നെയാണ്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പുള്ളത് ഓങ്കോളിലാണ്. 100 കിലോമീറ്ററിന് മുകളിൽ ഓടാനാണ്. ഞങ്ങളിന്ന് ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് വേറെ ഭക്ഷണമൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ചെന്നൈയിലെത്തിയ സമയത്ത്, അതായത് പെരാമ്പൂരിലെത്തിയ സമയത്ത് ഓൺലൈൻ വഴി ഫുഡ് നോക്കിയിട്ടുണ്ടായിരുന്നേ. ഒന്നും അവൈലബിൾ ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതിൻ്റെ പാൻട്രീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ശരിക്കും ആക്റ്റീവ് അല്ലെന്ന് പറയാം. ഫുഡൊന്നും ഈ ഭാഗത്തേക്ക് വരുന്നില്ല. പിന്നെ ഇതാ നെല്ലൂരിലെത്തിയതിനു ശേഷമാണ് ഞങ്ങൾ ഫുഡ് വാങ്ങിച്ചത്. വെജ് ബിരിയാണിയാണ് വാങ്ങിച്ചത്. ഒരെണ്ണത്തിന് 70 രൂപയായി. ഈ രീതിയിലാണ് വെജ് ബിരിയാണിയൊക്കെ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ ഒരു മാങ്ങ അച്ചാറുണ്ട്, ഒരു സ്പൂണുണ്ട്. ഇനിയിപ്പോൾ കഴിച്ചു നോക്കാം ടേസ്റ്റൊക്കെ എങ്ങനെയാണെന്ന്. വെജ് ബിരിയാണിക്ക് വലിയ എരിവൊന്നുമില്ല. അഞ്ചേ 32 ട്രെയിൻ ഇപ്പോൾ ഓങ്കോൾ റെയിൽവേ സ്റ്റേഷനിലെത്തിയേ. ഇവിടെ 3 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. നല്ല ചൂടാണല്ലോ. 2 ബദാം മിൽക്ക് കൂടെ ഞങ്ങൾ ഇതാ ഇവിടുന്ന് വാങ്ങിച്ചു. ഇവിടെ ഇപ്പം ഗോരഖ്പൂർ, തിരുവനന്തപുരം നോർത്ത്, റാപ്തിസാഗർ വരാനുണ്ട്. റാപ്തിസാഗർ എക്സ്പ്രസ് ഇതാ വരികയാണ്. അതിനിവിടെ സ്റ്റോപ്പുണ്ട്. അണ്ടർസൂരിലൊക്കെ നല്ല തിരക്കാണ്. ഈ ട്രെയിനിൽ ഞങ്ങൾ ഗോരഖ്പൂർ മുതൽ തിരുവനന്തപുരം വരെ യാത്ര ചെയ്തിട്ടുണ്ട് 3rd AC. കേരളത്തിൽ നിന്ന് അയോധ്യയിലേക്ക് പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു വണ്ടിയായത്. നമുക്ക് കണക്ട് ചെയ്ത് പോകാൻ പറ്റിയ ഒരു വണ്ടിയാണ്. 7:10 ട്രെയിൻ ഇപ്പോൾ തെനാലി ജംഗ്ഷനിലെത്തിയേ. ഇവിടെ വലിയൊരു ബോർഡുണ്ട്. അതിലെഴുതിയിട്ടുണ്ട് ഇവിടെ നിന്നാണ് ഗുണ്ടൂർ, അതായത് നമ്മുടെ ശബരി എക്സ്പ്രസ് ഒക്കെ പോകുന്ന റൂട്ടില്ല ഹൈദരാബാദ്, അത് ഇവിടെ നിന്നാണ് പോകാൻ പറ്റുക. അടുത്ത സ്റ്റോപ്പ് ഇനി വിജയവാഡയാണ്. അവിടെ നിന്നാണ് രാത്രി കഴിക്കാനുള്ള ഭക്ഷണം ഞങ്ങൾ ഓൺലൈൻ വഴി ഓർഡർ ചെയ്തത്. IRCTCന്റെ ഫുഡ് ഓൺ ട്രാക്ക് വഴിയാണ് ബുക്ക് ചെയ്തത്. എന്തായാലും നമ്മുടെ ബർത്തിൽ തന്നെ കൊണ്ടുവന്ന് തരും. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നദികളിലൊന്നായ കൃഷ്ണ നദി. ഈ ഭാഗത്ത് ആൾക്കാരൊക്കെ വന്ന് ഈ സമയത്ത് കുളിക്കുന്നൊക്കെ ഉണ്ട്. കാരണം നല്ല ചൂടൊക്കെ അല്ലേ. മിക്കവാറും പാലത്തിൻ്റെ മുകളിൽ നിർത്താനുള്ളൊരു സാധ്യതയുണ്ട്. 8:06 ട്രെയിൻ ഇതാ വിജയവാഡ ജംഗ്ഷനിലേക്ക് എത്തുകയാണ്. ഇവിടെ 8 മണിക്കാണ് എത്തേണ്ടത്. അവിടെ ഔട്ടറിൽ കുറച്ച് നേരം നിർത്തി. ഇത് 8ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഇനി ബുക്ക് ചെയ്ത ഭക്ഷണം ഇനിയിപ്പോൾ ഇവിടെ നിന്നാണ് കിട്ടേണ്ടത്. നല്ല തിരക്കുണ്ട്. എന്തായാലും ഇറങ്ങാനും ഉണ്ട്, ഒരുപാട് പേര് കയറാനും ഉണ്ട്. ഇവിടുന്ന് എല്ലാം അൺറിസേർവ്ഡൊക്കെയാണ്.
വിജയവാഡയിൽ ഈ ട്രെയിന് 10 മിനിറ്റ് സ്റ്റോപ്പ് ഉണ്ട്. നമ്മൾ ബുക്ക് ചെയ്ത ഫുഡ് ഇതുവരെ നമുക്ക് കിട്ടിയിട്ടില്ല. കുറച്ച് ലേറ്റായി പോയല്ലോ. വണ്ടി ഇപ്പോൾ ഇവിടുന്ന് പുറപ്പെടാനുള്ള സമയമായി. ഇനി ഇവിടെ നിന്നൊക്കെ പഴയൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കാം. ഒരുപാട് പേര് പഴയൊക്കെ വാങ്ങിക്കുന്നുണ്ട്. നല്ല തിരക്കന്നെ എല്ലാ ഭാഗത്തും. 8:20 വിജയവാഡയിൽ നിന്ന് ഇതാ ട്രെയിൻ എടുത്തു. നമ്മൾ ബുക്ക് ചെയ്ത ഭക്ഷണമൊന്നും കിട്ടിയില്ല. ഒരു വല്ലാത്തൊരു പരിപാടിയായി പോയത്. ഇതാണ് ഈ ഓൺലൈൻ ഫുഡിനെ വിശ്വസിച്ച് നിന്നത്. ഇപ്പം പണി കിട്ടി. അതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഇവിടുന്ന് ഒരു വെജ് താലി വാങ്ങി, ഒരെണ്ണം മാത്രം. ട്രെയിനിലത്തെ പാൻട്രി ഫുഡ് കഴിക്കണ്ടെന്ന് കരുതിക്കൊണ്ടാണ് ഓൺലൈൻ വഴി ഫുഡ് ബുക്ക് ചെയ്തത്. അത് മര്യാദയ്ക്ക് തന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാണ്? ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വിഷമമായി പോയി. കാരണം ഈ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തന്നെ മര്യാദക്കുള്ള ഫുഡൊന്നും കിട്ടുന്നില്ല എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഇത് ഞങ്ങൾ ഉച്ച കഴിക്കേണ്ട ഭക്ഷണം കഴിച്ചത് ഒരുപാട് വൈകിട്ടാണ് കഴിച്ചത്. ഇപ്പോൾ ഇവിടുന്ന് ഞങ്ങൾ വാങ്ങിച്ചത് ഇതാ ഈ ഒരു വെജ് താലിയാണ്. അവിടെ ഫിഷ് താലി ഉണ്ട്, ചിക്കൻ താലി ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. പിന്നെ ഇത് ഒരെണ്ണം മാത്രമേ വാങ്ങിച്ചുള്ളൂ. ഈ വെജ് മീൽസിന് 100 രൂപയാണ് ആയത്. ഇതിൻ്റെ കൂടെ തന്നെ തൈരുണ്ട്, ഒരു മാങ്ങ അച്ചാറുണ്ട്, ഇത് പരിപ്പ് കറിയാണ്, ഇതിൽ വെണ്ടക്കൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇതൊരു സാമ്പാർ ആകാൻ തന്നെയാണ് സാധ്യത. പിന്നെ റൈസ് ഇത്ര ഉണ്ട് കേട്ടോ. ട്രെയിൻ ഇപ്പോൾ തെലങ്കാനയിലേക്ക് എത്തി. ഖമ്മ 9:58 തെലങ്കാനയിലെ ഈ ട്രെയിനിൻ്റെ ആദ്യത്തെ സ്റ്റോപ്പ്. ബിരിയാണിയൊക്കെ ഉണ്ട്, ഇവിടെ നിന്ന് കിട്ടും ഫുഡൊക്കെ. ഇനി തെലങ്കാനയിലൂടെ കുറച്ച് ഓടിയതിനു ശേഷം മഹാരാഷ്ട്രയിലേക്ക് കയറും. അതിനുശേഷം മധ്യപ്രദേശ്. ഇന്ന് രാത്രിക്കത്തെ കാഴ്ചകളൊക്കെ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഇനി നമുക്ക് നാളെ രാവിലെ മുതൽ കാണാം. ഗുഡ് മോർണിംഗ്. രാവിലെ 8 മണിയായേ. 7:40 മഹാരാഷ്ട്രയിലെ ഗോണ്ടിയിൽ ഈ ട്രെയിൻ എത്തേണ്ടത്. ഇപ്പോൾ 1.5 മണിക്കൂറാണ് വണ്ടി ഡിലേ ആയിട്ടുള്ളത്. ഇനി ഒരു 66 കിലോമീറ്ററും കൂടെ പോകാനുണ്ട്. ഇതിപ്പോൾ ഏതോ ഒരു സ്ഥലത്ത് ഇതാ വണ്ടി പിടിച്ചിങ്ങനെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ തന്നെ നിർത്താൻ തുടങ്ങിയിട്ട് ഏകദേശം 1/2 മണിക്കൂറോളം. എന്താ റീസൺ ഒന്നും അറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും വണ്ടി നല്ല ഡിലേ ആയി. പക്ഷേ വേറൊരു കാര്യമുണ്ട്. പ്രയാഗ്രാജിൽ നിന്നൊക്കെ വാരണാസിയിലേക്ക് ഈ ട്രെയിനിൽ പോകുന്ന സമയത്ത് ഒരുപാട് സ്ലാക്ക് ടൈം ഉണ്ടല്ലേ? അത് നമ്മൾ തമിഴ്നാട്ടിലൂടെ പോകുന്ന സമയത്തായാലും ഈ വണ്ടിക്ക് ഒരുപാട് സ്ലാക്ക് ടൈം ഇല്ലതാണ്. എന്താ പറയുക, ഈ ഒരു ലേറ്റ് ആയത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് വിചാരിക്കാം. 8:20 ഇപ്പോൾ ദേവൽഗാവ് എന്നൊരു സ്റ്റേഷനിലാണ് ഈ വണ്ടി നിർത്തിയത്. ഒരുപാട് പേര് ഇവിടെ ഇറങ്ങിയിട്ടൊക്കെ ഉണ്ട്. അങ്ങാ മുന്നിൽ ഒരുപാട് പേരെ കാണുന്നില്ലേ? അത് അൺറിസേർവ്ഡ് ഇറങ്ങിയ ആൾക്കാരാണ്. എല്ലാവരും ആ ഒരു ട്രാക്കിൻ്റെ ഭാഗത്ത് തന്നെയാണ് ഇരിക്കുന്നത്. ഈ കുറച്ച് വണ്ടികൾ വരുന്നുണ്ട് ഇതിലൂടെ. ശരിക്കും ഈ ഒരു ലോക്കോനൊക്കെ ഇപ്പൊ കാണുമ്പം വിഷമം വരിക. ഇതൊന്നും ഇനി ഉണ്ടാവില്ലല്ലോ അല്ലേ? ഇവിടെ ട്രാക്കിന് എന്തൊക്കെയോ പണിയൊക്കെ നടക്കുന്നുണ്ട്. അതുകൊണ്ടാണെന്ന് തോന്നുന്നു വണ്ടി ഡിലേ ആവുന്നത്. 9:15 ഇതുവരെയായിട്ട് ഇവിടുന്ന് വണ്ടി എടുത്തിട്ടില്ല. ഞങ്ങൾ നേരെ പാൻട്രിയിലേക്ക് പോയി രാവിലെ കഴിക്കാനുള്ള 2 ഉപ്മാവ് വാങ്ങി. ഞങ്ങൾ കുറച്ച് നേരം ഇത് വാങ്ങിച്ച് വെച്ചിട്ട് വണ്ടിയൊക്കെ പുറപ്പെട്ടതിന് ശേഷം മെല്ലെ കഴിക്കാമെന്നാണ് കരുതിയത്. പക്ഷേ ഇവിടുന്ന് വണ്ടി എടുക്കാൻ ഈ ഒരു സെറ്റിന് 40 രൂപയാണ് ആയത്. ട്രെയിൻ ഇപ്പോൾ ഗോന്ദിയ ജംഗ്ഷനിലേക്ക് ഇതാ എത്തുകയാണ്. ഇവിടെ 7:40 എത്തേണ്ടത്. ഇപ്പോൾ 10:37. ഇത്രയും ഡിലേ ആണിത്. നേരത്തെ അവിടെ നിർത്തിയില്ലേ? അത് തന്നെയാണ് മെയിൻ കാരണം. ഇത് 5-ാം നമ്പർ പ്ലാറ്റ്ഫോമാണ്. ഗോന്ദിയയിൽ 10 മിനിറ്റ് ആണ് നമ്മുടെ ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. ഈ ഗോന്ദിയൊക്കെ സൗത്ത് ഈസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിന്റെ കീഴിൽ വരുന്ന റെയിൽവേ സ്റ്റേഷനാണ്. പിന്നെ ഇവിടെ ജബൽപൂരിൽ നിന്ന് റായ്പൂരിലേക്ക് പോകുന്ന മൂക്മതി എക്സ്പ്രസ് അതിപ്പിതാ ഇവിടുന്ന് എടുത്തു. എൻ്റെ അണ്ടർസേർഡിലൊന്നും വലിയ തിരക്കില്ല. ഇപ്പം ജബൽപൂരിൽ നിന്ന് വരുന്നതല്ലേ ഉള്ളൂ. ഈ ട്രെയിൻ വന്ന പ്ലാറ്റ്ഫോമിൽ വലിയ സൗകര്യങ്ങളൊന്നും തന്നെ ഇല്ല എന്ന് പറയാം. പിന്നെ ഇന്നലെ രാത്രി നമ്മൾ ഫുഡ് ബുക്ക് ചെയ്തിട്ട് അത് കിട്ടിയില്ലല്ലോ. അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറയാം. ഞാൻ അപ്പം തന്നെ അതിൽ കംപ്ലയിൻറ്റ് ചെയ്തു. അടുത്തൊരു ബുക്കിങ്ങിൽ 100 രൂപേൻ്റെ ഒരു കൂപ്പൺ കിട്ടി. പക്ഷെ അത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഒരുപാട് ആഗ്രഹിച്ചാണല്ലോ ആ ഒരു ഫുഡ് കിട്ടുന്നു. നമ്മൾ വേറെ ഒന്നും ആ സമയത്ത് കരുതുന്നുമില്ല. അവസാനം ട്രെയിൻ പുറപ്പെടുന്ന സമയത്താണ് ഞങ്ങൾ പെട്ടെന്ന് പോയിട്ട് അവിടെ നിന്നൊരു
വെജ് മീൽസ് വാങ്ങിയത്. അത് വാങ്ങിയത് കൊണ്ട് എന്തോ ഉപകാരമായി. ഇന്നലെ രാത്രിക്ക് ഇതിന്റെ അകത്തൂടെ വേറെ ഭക്ഷണമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ ഓൺലൈൻ വഴി ഫുഡ് ഓർഡർ ചെയ്യുന്ന സമയത്ത് ഞങ്ങളടക്കം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഇവർ കൃത്യസമയത്ത് കൊണ്ടു തരുമെന്നാണ്. നമ്മൾ ഈ ഓൺലൈൻ വഴി പേയ്മെന്റ് ഞാൻ അതൊക്കെ എടുത്തു വെക്കും, സ്കാനറൊക്കെ എടുത്തു വെക്കും, പെട്ടെന്ന് തന്നെ കൊടുക്കണ്ടേ സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇവർ വരുമോ കാത്തിരിക്കുന്ന സമയം കൊണ്ടല്ലേ നമുക്ക് പുറത്തുനിന്ന് ഫുഡ് കൂടെ വാങ്ങാൻ വേണ്ടി കഴിയില്ല. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. കാരണം വെച്ചാൽ അത് ഇതും കൂടി നമുക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അങ്ങനെയൊക്കെ കൂടിയിട്ട് തന്നെയാണ് അങ്ങനെ കാത്തുനിന്ന് ഫൈനലിയാണ് ഇത് വന്നത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഫുഡൊന്നും കിട്ടാത്തൊരു സ്ഥലത്താണ് ഇങ്ങനത്തെ ഒരു വിഷയം വരികയാണെങ്കിൽ നമുക്ക് ഭയങ്കര പ്രശ്നം വരും. വിജയവാഡ ആയതുകൊണ്ട് മാത്രമാണ് പുറത്ത് ഫുഡ് കിട്ടിയത്. പിന്നെ ഈ ഒരു ഫുഡ് ഓൺ ട്രാക്ക് വഴി ബുക്ക് ചെയ്യുമ്പോൾ മറ്റൊരു വലിയൊരു പ്രശ്നം, നമ്മുടെ നമ്പറൊക്കെ വെച്ചിട്ടാണല്ലോ ബുക്ക് ചെയ്യുക. നമ്മളിനിപ്പോൾ ഫുഡ് കിട്ടിയാൽ തന്നെ ഇവർ റേറ്റിങ്ങിന് വേണ്ടി നമ്മുടെ ഫോൺ ഒരുപാട് തവണ വിളിക്കും, വാട്സപ്പ് ചെയ്യും. അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ ഗോന്തേന്ന് ഇതാ ട്രെയിൻ എടുത്തേ. ഇത് ചർണപ്പള്ളി പട്ന എക്സ്പ്രസ് ആണ്. ഇതൊരു സ്പെഷ്യൽ ട്രെയിൻ ആണെന്നാണ് തോന്നുന്നത്. എവിടെയും വേറെ പ്രത്യേകിച്ച് ബോർഡൊന്നുമില്ല. എന്തൊരു തിരക്കാന്നൊക്കെ. സ്ലീപ്പർ ക്ലാസ്സും അൺറിസേർവ്ഡും എല്ലാം കണക്കായി വണ്ടി. ഇത് സ്പെഷ്യൽ തന്നെയാണ്. ഈ ഡോറിന്റെ അവിടെ വരെ ഇതാ ഇങ്ങനെ തൂങ്ങിയിട്ടാ പോകുന്നത്. ഒരു ബെർത്തിലൊക്കെ എത്ര ആൾക്കാരാ. ടോയ്ലറ്റിന്റെ അകത്ത് വരെ ആൾക്കാരുണ്ട്. ഒരു സ്ഥലത്ത് ഇരിക്കാനും കിടക്കാനും സ്ഥലമില്ലെങ്കിൽ ലാസ്റ്റ് ആൾക്കാർ ടോയ്ലറ്റിൽ തന്നെയാണ് കയറിയിരിക്കുക. നമ്മുടെ വണ്ടിയും പട്ന വണ്ടിയും ഒരുപോലെ തന്നെയാണ് ഇവിടുന്ന് എടുത്തത്. അതിനിപ്പോൾ ദുർഗ് റായ്പൂർ ഭാഗത്തേക്കാണ് പോവുക. ഇതിൽ കൂടുതലും തേർഡ് AC എക്കണോമികളാണ്, ഒരുപാടുണ്ട്. പിന്നെ ഈ ഭാഗത്തൊന്നും വൃത്തിയിലിത് മുഴുവനും വേസ്റ്റുകളാണിത്. സ്ലീപ്പർ ക്ലാസ്സിൽ ഇപ്പോഴാണ് ആൾക്കാരൊക്കെ കൂടിയത്. കയ്യൊക്കെ കാണിക്കുന്നുണ്ട്. സ്ലീപ്പർ കുറവാ. കൽക്കരി കൊണ്ടുപോകുന്ന വണ്ടി. മധ്യപ്രദേശിലെ ഈ ട്രെയിനിന്റെ ആദ്യത്തെ സ്റ്റോപ്പായ ബലാഘട്ടിലെത്തി. ട്രെയിൻ ഇപ്പം 3 മണിക്കൂർ ഡിലേ ആയിട്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പിലേക്ക് ഒരു 80 കിലോമീറ്റർ ഉണ്ട് ദൂരം. ട്രെയിൻ ഇപ്പോൾ നൈൻപൂർ ജംഗ്ഷനിലെത്തി. ഇവിടെ 2 മിനിറ്റ് ട്രെയിൻ സ്റ്റോപ്പ്. ഒരുപാട് പേര് വെള്ളമൊക്കെ ഇവിടെ നിന്ന് എടുത്ത് ട്രെയിനിലേക്ക് പോകുന്നതാണ്. നല്ല ചൂടാണിപ്പോൾ ഇവിടെ. ഈ ജസ്റ്റ് ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ വളരെ അസ്വസ്ഥതയാണ്. അത്രയും ചൂടാണ് ഇവിടേക്ക്. ഇപ്പം നമ്മൾ AC-യിലാണല്ലോ പോകുന്നത്. AC-യിൽ നേരിട്ട് പുറത്തിറങ്ങുമ്പോഴാണ് വളരെ ബുദ്ധിമുട്ട്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റോപ്പ് ജബൽപൂരിൽ നിന്നാണ് ഞങ്ങൾ കഴിക്കാനുള്ള ഭക്ഷണം ബുക്ക് ചെയ്തിട്ടുള്ളത്. IRCTCന്റെ ഫുഡ് ഓൺ ട്രാക്ക് വഴി തന്നെയാണ് ബുക്ക് ചെയ്തത്. 100 രൂപേൻ്റെ ഒരു കൂപ്പൺ കൂടെ കിട്ടിയതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. ഇനിയിപ്പോൾ അത് കിട്ടിയാൽ മാത്രം മതി. പിന്നെ ഈ ജബൽപൂരിൽ തന്നെ മലയാളികളൊക്കെ ഉള്ള ഒരു ഇന്ത്യൻ കോഫി ഹൗസ് ഒക്കെ ഉണ്ട്. ഞങ്ങൾ അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വീഡിയോ ഒക്കെ എടുത്തതാണ്. നിങ്ങൾക്ക് അവിടുന്ന് ഭക്ഷണം ബുക്ക് ചെയ്യണമെങ്കിൽ സൊമാറ്റോയോ സ്വിഗ്ഗിയോ വഴിയോ നോക്കാം. പിന്നെ ഞങ്ങൾ ഈ ഒരു യാത്രയിൽ നോൺ വെജ് ഫുഡൊന്നും തന്നെ കഴിക്കുന്നില്ല. അവിടെ നല്ല ചിക്കൻ ബിരിയാണി ഒക്കെ കിട്ടും. ഇനിയിപ്പം ജബൽപൂരിലേക്ക് ഒരു 40 കിലോമീറ്റർ കൂടി ഉണ്ട്. ജബൽപൂരിലേക്ക് ഒരു 6 കിലോമീറ്റർ കൂടി ഉണ്ട്. ഇതിലൂടെ ഒരു ട്രെയിൻ പോകുന്നതാണ്. ഇത് പാസ് ചെയ്താൽ മാത്രമേ നമുക്ക് പോകാനുള്ള സിഗ്നൽ കിട്ടുള്ളൂ. അതും സ്ലോ ആയല്ലോ. ഇനി ഇവിടെ തന്നെ വെള്ളമൊക്കെ നനക്കുന്ന വേണ്ട. നല്ല ചൂടല്ലേ. ആ മണ്ണിലേക്ക് ആ ഒരു വെള്ളം വീഴുമ്പം തന്നെ ഒരു മണമുണ്ട്. അതായത് ചൂടുകാലത്ത് ഒരു മഴ പെയ്താലുണ്ടാവുന്നൊരു സ്മെല്ലറിയില്ലേ, അത്. ഈ വണ്ടീനെ ഇവിടുന്ന് ഓവർടേക്ക് ചെയ്യുകയാണ്. ഇത് SMVT ബംഗളൂരു ദാനാപൂര്. ആ കോച്ചുകളൊക്കെ കണ്ട. ഇതും സ്പെഷ്യൽ ആണെന്നാ തോന്നുന്നത്. കാരണം നമ്പറൊന്നും കാണുന്നില്ല, ബോർഡൊന്നും കാണുന്നില്ല. സ്പെഷ്യൽ തന്നെയാണ്.
ഈ സ്ലീപ്പറിലൊക്കെ ഇതിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഒന്നാമതിന് ഇതിൽ ഒരുപാട് ആൾക്കാരുണ്ട്, ചൂടും. സ്പെഷ്യൽ ട്രെയിനുകൾക്ക് കൂടുതലും WG9 ആണ് ഉണ്ടാവുക. ഇതിനും അതെ. മദൻ മഹൽ എന്നൊരു സ്റ്റേഷനാണിത്. ഇത് ലോക്മാന്യ തിലകിൽ നിന്ന് ബനാറസിലേക്ക് പോകുന്ന എക്സ്പ്രസ് ആണ്. അതിനിതാ ഇവിടെ നിന്ന് ഓവർടേക്ക് ചെയ്യുകയാണ്. ബനാറസ് സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. നമ്മളിവിടെ നിർത്തി ഇതാ ഈ ലോകമാന്യത്തിലേക്ക് ബനാറസ് എക്സ്പ്രസ് തന്നെ കയറി പോവുകയാണ്. മധ്യപ്രദേശിലെ മൂന്നാമത്തെ വലിയ നഗരമായ ജബൽപൂരിലേക്ക് ഇതാ എത്തുകയാണ്. ഒരുപാട് ട്രെയിനുകളുണ്ട് ഇവിടെ. ഭാഗത്തല്ല പ്ലാറ്റ്ഫോം. ജബൽപൂരിൽ 10 മിനിറ്റാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത്. അങ്ങനെ ഇതാ നമ്മൾ ബുക്ക് ചെയ്ത ബസ്സൊക്കെ കൊണ്ടുവന്ന് തന്നു കേട്ടോ. അതുപോലെ തന്നെ മധ്യപ്രദേശിന്റെ ജുഡീഷ്യൽ ക്യാപിറ്റലാണ് ഈ ജബൽപൂർ. കാരണം ഇവിടെയാണ് ഹൈക്കോടതിയൊക്കെ സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ തന്നെ ഇതൊക്കെ വരുന്നത് വെസ്റ്റ് സെൻട്രൽ റെയിൽവേ സോണിന്റെ കീഴിലാണ്. കൂടാതെ തന്നെ അതിന്റെ ആസ്ഥാനം കൂടെ വരുന്നത് ജബൽപൂരാണ്. 3:38 ജബൽപൂരിന് ഇതാ ട്രെയിൻ എടുത്തു. ഇവിടെ നിന്നാണ് കോയമ്പത്തൂരിലേക്കുള്ള സ്പെഷ്യൽ ട്രെയിൻ പുറപ്പെടുന്നത്. മംഗളൂരു, കാസർഗോഡ്, കണ്ണൂർ വഴിയാണ് ആ ട്രെയിൻ വരിക. അതിൽ വന്നാൽ നിങ്ങൾക്ക് ഇവിടെ ഇറങ്ങി ഇവിടെ നിന്ന് പിന്നെ വാരണാസിയിലേക്ക് മറ്റൊരു ട്രെയിൻ പിടിക്കാം. അതും നല്ലൊരു ഓപ്ഷനാണ്. ജബൽപൂർ. ഫുഡ് ഓൺ ട്രാക്ക് വഴി ഞങ്ങൾ വാങ്ങിച്ചത് വെജ് താലിയാണ്. ഇത്ര ഐറ്റംസ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. 260 രൂപയാണ് ഈ ഒരു താലിക്കായത്. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ 4 റൊട്ടി കൂടിയുണ്ട്. പിന്നെ സ്റ്റേഷൻ തന്നെ ഞങ്ങൾ ഒരു 4 പഴവും കൂടെ വാങ്ങി. ബസുമതി റൈസാണ് വരുന്നത്. ഇത് പനീറാണ്. പിന്നെ ഇത് ഉരുളക്കിഴങ്ങൊക്കെ ഉള്ള ഒരു കറിയാണ്. ഇത് രണ്ടും പരിപ്പ് കറിയാണ്. റൈത്തയുണ്ട്. പിന്നെ കുറച്ച് സാലഡ് ഉണ്ട്. പിന്നെ ഗുലാബ് ജാമുൻ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ റൈസിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കുറവാണ്. 5:40 ട്രെയിൻ ഇപ്പോൾ കത്നി ജംഗ്ഷനിലെത്തി. ഇവിടെ ട്രാക്കിൻ്റെ ഭാഗത്ത് മുഴുവനും പശുക്കളാണ്. ഇവിടെ ഒന്നുണ്ട്. നേരെ ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ അങ്ങ് അവിടെയായിട്ടും കാണാം. ഈ ട്രാക്ക് വഴി തന്നെ ഒരു ട്രെയിനും കടന്നു വരുന്നുണ്ട്. ഒരുപാട് പശുക്കളുണ്ട് അപ്പോൾ ട്രാക്കിൽ തന്നെ. ഇവിടെ ഇപ്പം മുംബൈ CSMT വാരണാസി മഹാനഗരി എക്സ്പ്രസ് വരാനുണ്ട്. അതിൻ്റെ അനൗൺസ്മെൻറ്റ് ഇവിടെ ഇത്ര നേരം ഉണ്ടായിരുന്നു. KTE എന്നാണ് സ്റ്റേഷൻ്റെ കോഡ്. ആ ട്രെയിനിൽ കയറാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഒരുപാട് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ട് ഇവിടെ. കത്നി ജംഗ്ഷൻ. നമ്മൾ യാത്ര ചെയ്യുന്ന B1 കോച്ചിന്റെ AC കംപ്രസർ എന്തോ കംപ്ലൈന്റ് ഉണ്ട്. ചെയിൻ വലിച്ചിട്ട് പെട്ടെന്ന് നിർത്തി. 7:25 ട്രെയിൻ ഇപ്പോൾ സത്ന ജംഗ്ഷനിലേക്ക് ഇതാ എത്തി. ഇവിടെ വൈകുന്നേരം 3:50 എത്തേണ്ട വണ്ടിയാണ്. ഇത്രയും ഡിലേ ആണ്. നേരത്തെ B1 കോച്ചിന്റെ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അത് ഇതിന്റെ അകത്ത് നല്ല സ്മെല്ലായിരുന്നു. നല്ല ശക്തമായ ചൂടല്ലേ, എന്തോ പറ്റിയതാണ്. അതപ്പം തന്നെ ക്ലിയർ ആയി. ഇനി ഞങ്ങളുടെ ഫുഡിന്റെ കാര്യം പറയുവാണെങ്കിൽ ഇനിയിപ്പോൾ പ്രയാഗ്രാജ് എത്തിയിട്ട് എന്തെങ്കിലും നോക്കാം. അടുത്ത ഒരു വലിയ സ്റ്റേഷൻ അതായത് പ്രയാഗ്രാജ് തന്നെയാണ്. അവിടെ ഇനിയിപ്പം ഇതേപോലെ നല്ല സ്പീഡിൽ പോവാണെങ്കിൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ മിക്കവാറും എത്തും നമുക്ക് പ്രതീക്ഷിക്കാം. 10:49 ട്രെയിൻ ഇതാ പ്രയാഗ്രാജിലേക്ക് എത്തി. പ്രയാഗ്രാജ് ചോക്കി സ്റ്റേഷൻ. ഞങ്ങൾ ഇവിടെ നിന്ന് IRCTCന്റെ ഫുഡ് ഓൺ ട്രാക്ക് വഴി ഭക്ഷണം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നേ. ഇവിടെ നമുക്ക് കൊണ്ടുവന്ന് തന്നു. ശരിക്കും ഇപ്പം വാരണാസിയിൽ എത്തേണ്ട സമയമായി. ഇവിടെയാണ് ഇപ്പോൾ എത്തിയത്. ഇവിടെ 2 മിനിറ്റ് ഉണ്ട് ട്രെയിൻ സ്റ്റോപ്പ്. ഇതൊക്കെ NCR ആണ് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് വണ്ടി എടുക്കേണ്ട സമയമായി. ഇനിയിപ്പോൾ അടുത്ത് തന്നെയാണ് വാരണാസി. കുംഭമേളയൊക്കെ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട സ്ഥലമാണ് കേട്ടോ ഈ ഒരു പ്രയാഗ്രാജ്. ഇവിടുത്തെ പ്രധാനപ്പെട്ട സ്റ്റേഷൻ പ്രയാഗ്രാജ് ജംഗ്ഷൻ തന്നെയാണ്. അവിടത്തേക്ക് ഈ വണ്ടി പോയിട്ടുണ്ടെങ്കിൽ ലോക്കോ റിവേഴ്സലിൻ്റെ ആവശ്യമുണ്ട്. ഇവിടെ ആ ഭാഗത്ത് വേറൊരു ട്രെയിനൊക്കെ ഉണ്ട്. രാത്രിയിൽ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒരു സബ്ജിയും പിന്നെ കുറച്ച് റൊട്ടിയുമാണ്.
ഈ ഒരു കറി ഞങ്ങൾ എന്തായാലും അധികം കഴിക്കൂല, കാരണം നല്ല ഓയിലുണ്ട്. നമ്മളങ്ങനെ വാരണാസിയിലെത്തി. ഗംഗാ നദിയാണ് ഈ ക്രോസ് ചെയ്യുന്നത്. ഗംഗാ നദീ തീരത്തെ ഘാട്ടുകളാണ് ആ കാണുന്നതൊക്കെ. രാത്രിയിൽ അങ്ങനെ ഗംഗാ നദീൻ്റെ മുകളിലൂടെ ട്രെയിനിൽ പോയിട്ടില്ല. കാശിയുടെ ആ ഒരു രാത്രി കാഴ്ച. ഈ രാത്രിയിൽ അവിടെയൊക്കെ ഒരുപാട് പേരുണ്ട് കേട്ടോ ആ ഭാഗത്ത്. ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകളും തോണികളൊക്കെ ഉണ്ട്. ഇത് കാശി റെയിൽവേ സ്റ്റേഷനാണ്. നിലവിലിവിടെ ഈ വണ്ടിക്ക് സ്റ്റോപ്പ് ഇല്ല, പക്ഷേ നിർത്തിയേക്കാം. ഇപ്പൊ അടുത്ത് തന്നെയാണ് വാരണാസി ജംഗ്ഷൻ. 12:58. കന്യാകുമാരിയിൽ നിന്നും 2762 കിലോമീറ്റർ യാത്ര ചെയ്ത് നമ്മളിതാ വാരണാസി ജംഗ്ഷനിലേക്ക് എത്തി. ഇപ്പോൾ 1:26. ഒരുപാട് ഡിലേ ആണ് വണ്ടി ഇതാ ഇവിടെ എത്തിയപ്പോഴത്തേക്കും. ഇവിടെ 2 വണ്ടികളും എത്തിയിട്ടുണ്ട് ഓൾറെഡി. ലോകമാന്യത്തിലേക്ക് ബനാറസ് എക്സ്പ്രസ്സും. ഇനി ഇവിടുന്ന് 4 കിലോമീറ്റർ ആണ് ബനാറസിലേക്കുള്ളത്. അപ്പം നമ്മുടെ വണ്ടി ഇതാ ഇവിടെ. എല്ലാവരും പുറത്തേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് നല്ല തിരക്കുണ്ട് തന്നെ കേട്ടോ. 1 മണിന്നോ 2 മണിന്നൊന്നും ഇല്ല ഇവിടെ. ഏത് സമയത്തും തിരക്കാണ്. അത്യാവശ്യം തിരക്കുള്ള ഒരു സ്റ്റേഷൻ തന്നെയാണ് വാരണാസി. ഇത് നമ്മുടെ വണ്ടി ഇവിടുന്ന് എടുത്തു ബനാറസിനെ ലക്ഷ്യമാക്കിക്കൊണ്ട്. ഞങ്ങളിനിപ്പോ സ്റ്റേഷന്റെ പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. ഇന്ന് ഇവിടെ തന്നെ താമസിക്കുന്നുണ്ട്. അതായത് റെയിൽവേന്റെ ഡോർമെറ്ററി ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് ലേറ്റ് ആയി പോയി. 11 മണിക്കാണ് ചെക്ക് ഇൻ സമയം വന്നത്. ഇനി നേരെ അങ്ങോട്ട് പോവാണ്. ബാക്കി ഇനി നാളെ രാവിലെ മുതൽ കാണാം. അടുത്ത ദിവസം രാവിലെയായേ വാരണാസി റെയിൽവേ സ്റ്റേഷനിൽ ഞങ്ങൾ എടുത്ത റൂം കാണണ്ടേ. ഇവിടെ സിംഗിൾ ബെഡ് ക്യാബിനും ഉണ്ട്, ഡബിൾ ബെഡ് ക്യാബിനും ഉണ്ട്. ഇവിടെയാണ് ഡബിൾ ബെഡ് ക്യാബിൻ ഉള്ളത്. പിന്നെ AC ആണ് DB2, അതാണ് ഞങ്ങളുടേത്. ഇവിടെ കയറി ഉടനെ തന്നെ കാണുന്നത് ഒരു ബെഡാണ്. പിന്നെ 2 പില്ലുണ്ട്, പുതക്കാനുള്ള പുതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു മിററൊക്കെ ഉണ്ട്. ചെറിയൊരു ടേബിളും കാണാം. പിന്നെ ഈ ഒരു ഭാഗത്താണ് ഒരു ഫാൻ കൂടി ഉള്ളത്. ഈ ഒരു മുറിക്ക് ഞങ്ങൾക്ക് 12 മണിക്കൂർ നേരത്തേക്ക് വന്ന വാടക 700 രൂപയാണ്. രാവിലെ 11 മണിയായി. റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് സ്റ്റേഷന്റെ പുറത്തിറങ്ങി. ഇവിടെയാണ് വാരണാസി എന്നുള്ള ഒരു വലിയ ബോർഡൊക്കെ ഉള്ളത്. റെയിൽവേ സ്റ്റേഷന്റെ പ്രധാനപ്പെട്ട ഭാഗവും ഇത് തന്നെയാണ്. പിന്നെ ഇവിടെ പുതിയ ഒരു കെട്ടിടമൊക്കെ വരുന്നുണ്ട്. രാവിലെ ഈ സമയത്ത് ഇവിടെ വലിയ തിരക്കില്ല, കാരണം ഈ ഒരു ചൂട് തന്നെയാണ്. ഇവിടെ ഇപ്പൊ തന്നെ നല്ല ചൂട് വന്നു തുടങ്ങി. പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സ്റ്റാച്ചു ഒക്കെ കാണാം. എല്ലാരും ഇതാ ഇതിന്റെ അകത്ത് കയറിയിരിക്കുകയാണ്. ഞങ്ങൾ ഇവിടെ റിട്ടയറിംഗ് റൂം ബുക്ക് ചെയ്യാൻ കാരണം രാത്രി കാണല്ലോ ഇവിടെ ട്രെയിനിൽ വന്ന് എത്തുന്നത്. ഓൺലൈൻ വഴി ബുക്ക് ചെയ്താൽ ചിലപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ 1 മണി സമയത്തേക്ക് ചിലപ്പോൾ അവർ റൂം തന്നില്ലെന്ന് വരാം. അത് ഒഴിവാക്കാനാണ് രാത്രിയിൽ ഇവിടെ റിട്ടയർ റൂം ബുക്ക് ചെയ്തത്. ഇപ്പൊ രാവിലെ 11 മണിയായി. ഇപ്പൊ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തു. ഇനി ഞങ്ങൾ ഇവിടെ തന്നെ വേറൊരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ട്. ഈ റെയിൽവേ സ്റ്റേഷനിൽ ഇവിടുന്ന് 650 മീറ്റർ മാറിയിട്ടാണ് ആ ഒരു പ്രോപ്പർട്ടി ഉള്ളത്. എനിക്ക് തോന്നുന്നു ഈ ഭാഗത്തേക്കല്ല അല്ലെ അതിന്റെ ലൊക്കേഷൻ വരുന്നത്. ഗൂഗിൾ മാപ്പ് നോക്കിയ സമയത്ത് ഈ സ്റ്റേഷന്റെ അപ്പുറത്തായിട്ടാണ് കാണുന്നത്. എന്നാ പിന്നെ നേരെ അങ്ങോട്ട് പോവാം. ഇതുവഴി തന്നെ നടക്കാം. വാരണാസിയിലാകെ 9 പ്ലാറ്റ്ഫോമുകളാണുള്ളത്. ഞങ്ങളിതാ ഈ ഒരു ബാക്ക് ഗേറ്റിന്റെ ഭാഗത്തേക്ക് എത്തി. ഇവിടെ തന്നെ ചെറിയൊരു മന്ദിരമൊക്കെ ഉണ്ട്. എനിക്ക് ഇവിടുന്ന് നേരെ ഇതുവഴി ഇറങ്ങി പോവാം. വീട്ടിൽ നിന്ന് പെട്ടെന്ന് ഇറങ്ങുന്ന ധൃതിയിൽ കൊടയോ തൊപ്പിയൊന്നും എടുത്തില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു പെട്ടുപോയ അവസ്ഥയാണ്. ഈ ശക്തമായ വെയിലത്ത് രാവിലെ തന്നെ ഈ ബാഗും തൂക്കി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് തന്നെയാണ് മടുപ്പ് വരുന്നത്. നടന്നു ഞങ്ങൾ ഏകദേശം റൂമിന്റെ ഭാഗത്തേക്ക് എത്താനായി. ഇവിടെ എവിടെയോ ആണ്.
ഞങ്ങളെടുത്ത ആ ഒരു പ്രോപ്പർട്ടി. ഹോളി ഹോം സ്റ്റേ എന്നാണ് അതിൻ്റെ പേര്. എവിടെയാണ് ഒരു ബോർഡ് പോലും കാണുന്നില്ലല്ലോ. വാരണാസിയിൽ ഞങ്ങളെടുത്ത റൂം ഇതാണ്. ഇതൊരു AC റൂമാണ്. പിന്നെ ഇവിടെ തന്നെ ഒരു ഫാൻ ഉണ്ട്. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഇവിടെ തന്നെ ഒരു TV ഉണ്ട്, ഒരു ഷെൽഫുണ്ട്, ഒരു ചെറിയ ടേബിൾ ഉണ്ട്, പിന്നെ ടോയ്ലറ്റും ബാത്റൂമൊക്കെ ഇവിടെയാണ് വരുന്നത്. ഈ റൂമിന് ഞങ്ങൾക്ക് വന്ന വാടക 900 രൂപയാണ്. വാരണാസിയിൽ ട്രെയിൻ എത്തിയത് ഒരുപാട് വൈകിയാണല്ലോ. കിടന്നുറങ്ങാനും ഒരുപാട് വൈകിപ്പോയി. രാവിലെ തന്നെ വാരണാസിയുടെ കുറച്ച് ഭാഗങ്ങളിലേക്കൊക്കെ പോകാൻ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. ഉറങ്ങി എഴുന്നേക്കാൻ വൈകിപ്പോയി, അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാരണം ശക്തമായ ചൂട് തന്നെയാണ്. ഞങ്ങൾ ഈ ഒരു ഹോം സ്റ്റേയുടെ ഭാഗത്തേക്ക് വരുമ്പോൾ ഫുൾ കേക്ക് ഇട്ടുകൊണ്ടാണ് വന്നത്. ഇനിയിപ്പോൾ വാരണാസിയുടെ കാഴ്ചകളിലേക്ക് ഞങ്ങളൊരു 4 മണി കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇറങ്ങുന്നുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ വന്ന ട്രെയിനിലെ കാശി തമിഴ് സംഗമം, ഇതിലൊക്കെ ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുകയാണെങ്കിൽ മാക്സിമം 2 മാസം മുന്നേ നോക്കുക. നല്ല തിരക്കാണ്. ഇതിന്റെ ട്രെയിനിലെത്തി ഏറ്റവും നല്ലോണം തിരക്കുണ്ടാകുന്ന സമയങ്ങൾ എന്ന് പറഞ്ഞാൽ ഏപ്രിൽ മെയ് വെക്കേഷൻ സമയത്താണ്. പിന്നെ കാശി തമിഴ് സംഗമം നടക്കുന്ന നവംബർ ഡിസംബർ മാസങ്ങളിൽ. അപ്പൊ അതൊക്കെ നോക്കി ചെയ്യാം. പിന്നീടല്ലോ അതിലത്തെ ഈ നമ്മുടെ ട്രെയിനിലത്തെ എന്താ പറയുക അറ്റൻഡേഴ്സ് ഒക്കെ ഇല്ലേ, എല്ലാം നമ്മുടെ ഈ തമിഴ്നാട്, അതായത് നാഗർകോവിൽ ഭാഗത്തെ ചേട്ടന്മാരാണ്. നമ്മൾ നല്ല കമ്പനിയൊക്കെ ആയിരുന്നു. കൂടാതെ തന്നെ നിങ്ങൾക്ക് വാരണാസിയിലേക്ക് വരാൻ വേണ്ടി വേറൊരു ടിപ്സ് കൂടെ പറഞ്ഞുതരാം. നമ്മുടെ കേരളത്തിൽ നിന്ന് പുറപ്പെടുന്ന എറണാകുളം പട്ന വണ്ടിയില്ലേ, അത് നമ്മൾ അവിടുന്ന് ശനിയാഴ്ച പുറപ്പെട്ട് ഇവിടെ ചൊവ്വാഴ്ച വെളുപ്പിലെത്തി കഴിഞ്ഞാൽ അന്ന് തന്നെ റിട്ടേൺ പോകുന്നുണ്ട് നമ്മുടെ നാട്ടിലോട്ട്. അപ്പൊ അങ്ങനെ തന്നെ ആ വണ്ടിക്ക് വന്ന് തിരിച്ചു പോകുമ്പോൾ തന്നെ നമുക്ക് വാരണാസി പൂർണ്ണമായും കാണാൻ വേണ്ടി കഴിയാത്തൊരു സാഹചര്യമാണല്ലോ. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് വ്യാഴാഴ്ച കന്യാകുമാരിയിൽ നിന്ന് പുറപ്പെടുന്ന ഈ കാശി തമിഴ് സംഗമം എക്സ്പ്രസിന് വന്നിട്ടുണ്ടെങ്കിൽ ശനിയാഴ്ച രാത്രിക്ക് വാരണാസി എത്തും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഞായറാഴ്ചയും തിങ്കളാഴ്ചയും വാരണാസിക്ക് കണ്ട ശേഷം ചൊവ്വാഴ്ച തിരിച്ച്, അതായത് ഈ പറഞ്ഞ പട്ന എറണാകുളം വണ്ടി ആ ഒരു സമയത്താണ് തിരിച്ച് കേരളത്തിലേക്ക്. അങ്ങനെ നിങ്ങൾക്ക് തിരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നല്ലൊരു പ്ലാൻ കിട്ടും. ഇനിയിപ്പോൾ എന്താ പറയുക, വാരണാസിന്റെ കാഴ്ചകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് ഇഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റേ ബൈ.